ഒരു വശത്ത് ഇറാനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും മറുവശത്ത് ഇറാനൊപ്പം കരാറുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അമേരിക്കയുടെ നിലപാടിനോട് പലവട്ടം ഇറാൻ പരസ്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വൻതോതിൽ വർദ്ധിക്കാനിടയായിട്ടുമുണ്ട്. ഇസ്രായേലിന്റെ ഗാസയിലെ ആക്രമണത്തിന് പിന്നാലെ ബുദ്ധിയും ട്രംപിന്റേത് തന്നെയാണ്. മാത്രമല്ല, ഇറാനെതിരെ സൈനിക നടപടിയെടുക്കാൻ അമേരിക്കയും മേഖലയിലെ അവരുടെ സാഡിസ്റ്റ് പ്രോക്സിറ്റിയും ആലോചിക്കുന്നുണ്ട് എന്ന അഭ്യൂഹങ്ങൾ ഇതിനകം തന്നെ വർദ്ധിച്ചു വരികയാണ്. അത്തരമൊരു നീക്കത്തിനെതിരെ ഇറാൻ പല തവണ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇറാന്റെ സൈനിക സജ്ജീകരണവും ഉയർന്ന ശേഷിയും കണക്കിലെടുക്കുമ്പോൾ അമേരിക്കയുടെ അത്തരം കണക്കുകൂട്ടലുകളുടെ അനന്തരഫലങ്ങൾ വിനാശകരമാകും എന്ന് തന്നെയാണ് സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നത്. 2020 ജനുവരിയിൽ ഉന്നത ഭീകര വിരുദ്ധ കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനിയുടെ വധത്തിന് ശേഷം ഇറാൻ ഇതിനകം തന്നെ തങ്ങളുടെ സൈനിക ശേഷി പ്രത്യേകിച്ച് മിസൈൽ കൃത്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇറാഖിലെ അയ്യൻ അൽ അസാദ് താവളത്തിന് നേരെയുണ്ടായ പ്രതികാര ആക്രമണം അമേരിക്കൻ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഇറാന്റെ കഴിവ് പ്രകടമാക്കുന്നതാണ്. ട്രൂ പ്രോമിസ് 1, ട്രൂ പ്രോമിസ് 2 എന്നിങ്ങനെ യുദ്ധങ്ങളിൽ പ്രകോപിതരായപ്പോൾ ഇറാൻ വീണ്ടും തങ്ങളുടെ സൈനിക ശക്തി പ്രകടിപ്പിച്ചിരുന്നു. നൂറുകണക്കിന് ഇറാനിയൻ മിസൈലുകൾ ഇസ്രയേലി പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ടെൽ അവീവ്, ഹൈഫ എന്നിവയുടെ അധിനിവേശ പ്രദേശങ്ങൾക്കുള്ളിലെ ലക്ഷ്യങ്ങളെ കടന്ന് ആക്രമിച്ചിരുന്നു. ബഹ്റൈൻ, സൈപ്രസ്, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, അധിനിവേശ പാലസ്തീൻ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ, UAE എന്നിങ്ങനെ ഒന്നിലധികം രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന നിരവധി താവളങ്ങളും സൗകര്യങ്ങളുമുള്ള അമേരിക്ക പശ്ചിമേഷ്യയിൽ ഗണ്യമായ സൈനിക സാന്നിധ്യം നിലനിർത്തുന്നുമുണ്ട്. ആഗോളതലത്തിൽ എണ്ണയുടെ ഒഴുക്ക് നിയന്ത്രിക്കുക, നിർണായകമായ ചോക്ക് പെയിന്റുകളിൽ സ്വാധീനം നിലനിർത്തുക, സാഡിസ്റ്റ് സ്ഥാപനത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുക, ഇറാനെ വളയാൻ ശ്രമിക്കുക എന്നിവ ഉൾപ്പെടെ വിവിധ തന്ത്രപരമായ ഉദ്ദേശങ്ങളാണ് ഈ താവളങ്ങൾ നിറവേറ്റുന്നത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തത് പല മേഖലകളിലായിട്ട് ഏകദേശം 40,000 സേവന അംഗങ്ങൾ ഉണ്ടെന്നാണ്. ഇതിൽ ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ തുടങ്ങിയ പ്രാദേശിക ജലാശയങ്ങളിലെ വിമാനവാഹിനി കപ്പലുകൾ, ഡിസ്ട്രോയറുകൾ തുടങ്ങിയ കപ്പലുകളിലെ സൈനികരും ഉൾപ്പെടുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യയിലുടനീളമുള്ള ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക സൗകര്യങ്ങൾ വളർന്നു വരുന്നുണ്ട്. അതുമാത്രമല്ല, ജിബൂട്ടിയിലും തുർക്കിയിലും അമേരിക്കയ്ക്ക് വലിയ താവളങ്ങളുണ്ട്. ഇവ പശ്ചിമേഷ്യയിലെ സൈനിക പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. വിവിധ കണക്കുകൾ പ്രകാരം പശ്ചിമേഷ്യയിൽ 60-ലധികം അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്. ഇറാനെതിരെ അമേരിക്ക ആക്രമണമുണ്ടായാൽ ഇറാന്റെ പ്രതികാര നടപടിയുടെ പ്രാഥമിക ലക്ഷ്യങ്ങളായി പശ്ചിമേഷ്യൻ മേഖലയിലെ ഈ പ്രധാന അമേരിക്കൻ സൈനിക താവളങ്ങളായിരിക്കും തകർക്കപ്പെടുക. ഖത്തറിലെ ദോഹയുടെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഉദൈദ് എയർബേസ് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളവും ഇറാഖിലെയും സിറിയയിലും ഉൾപ്പെടെ മേഖലയിലുടനീളമുള്ള വ്യോമ പ്രവർത്തനങ്ങൾക്കുള്ള നിർണായക കേന്ദ്രവുമാണ്. പശ്ചിമേഷ്യ മേഖലയിലെ അമേരിക്കൻ സൈനിക തന്ത്രത്തിന്റെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ താവളം അമേരിക്കൻ വ്യോമസേനയുടെ 379ാമത് വ്യോമ പരിവേഷണ വിഭാഗത്തിന്റെ ഭാഗമായി നിർമ്മിച്ചതാണ്. 10,000-ലധികം അമേരിക്കൻ ഉദ്യോഗസ്ഥരും ബോംബറുകൾ, യുദ്ധവിമാനങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും ഇവിടെ ഉണ്ട് താനും. ഇറാനിയൻ വൻകരയിൽ നിന്നും 275 കിലോമീറ്റർ അകലെയാണ് ഈ താവളം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനക്ഷമമായ ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ദീർഘദൂര റോക്കറ്റ് പീരങ്കി സംവിധാനങ്ങൾക്കും ലഭ്യമായ മിക്ക കമിക്കേസ് ഡ്രോണുകളും വളരെ എളുപ്പത്തിൽ താവളത്തെ ലക്ഷ്യം വെക്കാൻ കഴിയും. അതുപോലെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സൈനിക താവളമാണ് ബഹ്റൈനിലെ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന NSI ബഹ്റൈൻ എന്ന താവളം. ഇറാനിയൻ പ്രദേശത്ത് നിന്നും 200 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നാവിക താവളത്തെയും ഇറാൻ എളുപ്പത്തിൽ ആക്രമിക്കാനാകുന്നതേയുള്ളൂ. ആക്രമണത്തിലും പ്രതിരോധത്തിലും അമേരിക്കൻ നാവികസേന ഒരു ശക്തമായ എതിരാളിയാണെങ്കിലും പേർഷ്യൻ ഗൾഫിൽ ഇറാന്റെ അത്യാധുനിക കപ്പൽവേധ മിസൈലുകളുടെ ഭീമകരമായ ആയുധശേഖരത്തിന് മുന്നിൽ അമേരിക്ക ഭയപ്പെടേണ്ടതുണ്ട്. ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആദ്യകാലങ്ങളിൽ ഉള്ളതുപോലെ അമേരിക്ക വിമാനവാഹിനി കപ്പലുകൾ ഇനിയൊരു ഭീഷണിയല്ല എന്നും പകരം പ്രതികാരത്തിനും അവസരമാണെന്നും ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ഊന്നി പറഞ്ഞിട്ടുമുണ്ട്. ഇത് മാത്രമല്ല, ഖത്തറിലും പാലസ്തീനിലും ജോർദാനിലും ഇറാഖിലും കുവൈറ്റിലും ഒക്കെയായിട്ട് അമേരിക്കക്ക് സൈനിക താവളങ്ങളുണ്ട്. ഇറാന് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ശക്തമായ ആക്രമണത്തിന് മുതിർന്നാൽ ആ കേന്ദ്രങ്ങളെല്ലാം ഇറാന്റെ ഇരയാകുമെന്നതിൽ സംശയമേയില്ല.
ഇറാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉടനടി ലക്ഷ്യങ്ങളിലേക്ക് പറന്നടക്കും. അതേസമയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഒരിക്കലും ഒരു യുദ്ധത്തിന് തുടക്കമിടാൻ ശ്രമിക്കില്ലെങ്കിലും ശത്രുക്കളുടെ ഭീഷണിക്കോ ആക്രമണ പ്രവർത്തനങ്ങൾക്കോ ദൃഢമായ പ്രതികരണം നൽകുവാൻ ഒരു മടിയും കാണിക്കില്ല എന്നും ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് കോർപ്പറേഷന്റെ ചീഫ് കമാൻഡർ ഹൊസൈൻ സലാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യമന്റെ സൈനിക സേനയുടെ സമീപകാല ഇസ്രയേൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഇറാൻ സഹായിച്ചതായിട്ട് അമേരിക്ക ആരോപിച്ചതിലും അൻസറുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന് ഇറാൻ നൽകുന്ന പിന്തുണ നിർത്തലാക്കണമെന്ന്